ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ വേർപിരിയുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടായിരിക്കും. എത്രമാത്രം നമ്മൾ ഒന്നിനെ സ്നേഹിച്ചോ അത്രമാത്രം വിഷമായിരിക്കും നമുക്കതിൽ നിന്ന് വേറിട്ട് പോവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൗതികമായ ജീവിതത്തെ അമിതമായി സ്നേഹിച്ചാൽ അവസാനം മരിക്കാൻ പോലും നമുക്ക് പ്രയാസമായിരിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തോട് മനുഷ്യനുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ച് നിരന്തരമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വ്യക്തമായ ആളുകൾക്ക് മനസ്സിലാകാൻ നല്ലത് ഉപമകളും ഉദാഹരണങ്ങളുമാണല്ലോ. ഇഹലോക ജീവിതത്തിൻ്റെ ഉദാഹരണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന കമാ ഇൻ അൻസൽനാഹു മിനസ്സമ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫാസ്ബഹ ഹഷീമൻ തദറൂഹു റിയാഹ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരു നല്ല മരം, അത് നല്ല പഴങ്ങളോടുകൂടെ നല്ല പുഷ്പിച്ച് കായ്ച്ച് നിൽക്കുമ്പോൾ എത്ര മനോഹരമാണ്. അങ്ങനത്തെ ചെടികളും വൃക്ഷങ്ങളും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യാനങ്ങളെ, പൂന്തോട്ടങ്ങളെ നമ്മൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും. ഇപ്പോൾ കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുന്ന ഒരു മരം എത്രമാത്രം ആകർഷണീയമാണ്, അതിലേക്ക് എത്ര താല്പര്യപൂർവ്വമാണ് ആളുകൾ എത്തുന്നത്, പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം. നമുക്ക് നല്ല സമ്പത്തും മക്കളും ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രശോഭിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ സന്ദർഭമാണ്. പക്ഷേ ആ സന്ദർഭത്തിന് മറ്റൊരു വശമുണ്ട്. ഈ മരം ഇലകളില്ലാതെ ഉണങ്ങി നുരുമ്പിച്ച് കാറ്റത്ത് പാറിപ്പോകുന്ന ഫസ്ബഹ ഹഷീമൻ, വൈക്കോലായി പോകും. തദറൂഹു റിയാഹ്, കാറ്റുകൾ പറത്തിക്കളയുന്ന വൈക്കോലായിത്തീരുന്ന ഒരു പരിണിതി അതിനുണ്ട്. ആർക്കും വേണ്ടാത്ത, ഒരു ഉപകാരത്തിനും പറ്റാത്ത, അതായത് വിറക് കത്തിക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം നുരുമ്പി പാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാം, അതിന് പരിണിതി സംഭവിച്ചേക്കാം എന്നതാണ്. എന്തിനാണ് ഇതിങ്ങനെ പറയണത്? നമ്മൾ ഇഹലോകത്തെ സ്നേഹിക്കുന്നതിന് നമുക്കൊരു നിയന്ത്രണം വേണം. വല്ലാതെ സ്നേഹിച്ചാൽ എന്താണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ പരലോകത്ത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അൽഹാഖു മുത്തക്കാത്തുറാണ്. ദുനിയാവിന് വേണ്ടിയുള്ള മത്സരങ്ങളും ഓട്ടങ്ങളും മനുഷ്യനെ എന്തു ചെയ്യും, അശ്രദ്ധനാക്കും. അതുകൊണ്ടാണ് ഇഹലോക ജീവിതത്തോടൊരു നല്ല കാഴ്ചപ്പാട് ശരിക്കും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ ചുരുക്കം.